എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, അല്ലെ? നമ്മൾ അല്ലെ, എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ചിന്തകൾ എന്താണ്? നമ്മൾ ചിന്തിക്കുന്നതും വാക്കുകൾ, അല്ലെ? ആ ഒരു ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജീവിതത്തെ ഇന്നുള്ള നമ്മളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ നമ്മളിൽ നിന്നും പുറത്തോട്ട് വരും എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് എന്ന് പറഞ്ഞാല് ടു എക്സ്പ്രസ് വാട്ട് വി തിങ്ക് ആൻഡ് ഹൗ വി ഫീൽ. വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമുക്ക് എന്താണോ അനുഭവപ്പെടുന്നത്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മുടെ വേർഡ്സ്, അല്ലെ? ഇപ്പൊ ഞാന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങള് അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ വേർഡ്സ് ആണ് നമ്മൾ ആരാണെന്ന് തുറന്ന് കാണിക്കുന്നത്. വേർഡ്സ് റിഫ്ലക്ട്സ് ഹൂ യു ആർ. നിങ്ങളുടെ വാക്കുകൾ, ഇല്ല, നമ്മൾ ചില കുട്ടികളെയൊക്കെ കാണാറുണ്ട്. എന്താണ് ഈ കുട്ടി പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ നിന്ന് കിട്ടുന്നതാണ്, വീടുകളിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അവര് സിനിമയിലൊക്കെ, അല്ലെ, സിനിമയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ എന്താണോ അതാണ് നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇല്ല, നമ്മൾ പറയും, നമ്മൾ എന്തിനാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതല് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയാറുണ്ട്, രാവിലെ എഴുന്നേക്കുന്നത് മുതൽ ചില വാക്കുകൾ പറയണം, അല്ലെ? ദൈവത്തിന് സ്തുതി പറയണം എന്ന് പറയാറുണ്ട്, അല്ലെ? അത് കുറച്ച് തുറന്ന് പറയുകയാണെങ്കിൽ അത് ഫീലോട് കൂടിയിട്ട് നമ്മൾ പറയണം എന്ന് പറയാറുണ്ട്. രാവിലെ എഴുന്നേക്കുന്ന ഉടനെ തന്നെ നമ്മളിലേക്ക് നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ കേട്ടിട്ട് നമ്മൾ കുട്ടികൾ ഉണരണം എന്ന് പറയാറുണ്ട്, അല്ലെ? നമ്മൾ എത്ര എങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിലും രാവിലെ എഴുന്നേക്കുന്ന ഒരാളോട് വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിച്ച് അവരെ തട്ടി ഉണർത്തി, അല്ലെ, സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. കാരണം അവരങ്ങനത്തെ ഒരു, ഇല്ലേ, നമ്മൾ പറയാറുണ്ട് ഉറക്കം മരണം ആകുന്നു എന്ന്, അല്ലെ? മരണത്തിന് തുല്യമായ അതേ ഒരു ഇതിലേക്ക് പോയിട്ട് അവർ വേറെ ഏതോ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ ഈ കോൺഷ്യസ് ലെവലിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടികളെ ആണെങ്കിലും ആരാണെങ്കിലും വളരെ നല്ലൊരു രീതിയിലാണ് നമ്മൾ അവരെ വിളിച്ചുണർത്തുക. സ്വീറ്റ് ആയിട്ട് സ്നേഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ അവരെ അന്നത്തെ ആ ദിവസത്തിലേക്ക് നമ്മൾ അവരെ വെൽക്കം ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, പറയുന്ന വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മൾ, ഇല്ലേ, നമ്മുടെ ഓരോ റിലീജിയസ് പ്രാക്ടീസിലും കുറെ വാക്കുകളുണ്ട്, മന്ത്രങ്ങളുണ്ട്, ഉച്ചാരണങ്ങളുണ്ട്, അല്ലെ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാണ്? നമ്മളിലേക്ക് വീണ്ടും 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 റിപ്പീറ്റഡ്ലി, ഇല്ലേ, നമ്മളോട് പറയും 1000 ടൈംസ്, അല്ലെ, അല്ലെങ്കിൽ 100 ടൈംസ്, 33 ടൈംസ്. ഇതൊക്കെ നമ്മൾ റിസൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളിലേക്ക് ആ ഒരു ഇത് ഉള്ളിലേക്ക് വരാൻ. ഇപ്പൊ നമ്മള് ദൈവത്തെ സ്തുതിക്കുന്നു, ഇല്ലേ? ക്രിസ്ത്യൻസ് ആണ്, അവർ പറയും സ്തോത്രം എന്ന് പറയും. നമ്മുടെ മുസ്ലിംസ് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യും? അൽഹംദുലില്ല എന്ന് പറയണമെന്ന് പറയും. എന്തിനാണ്? ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മൈൻഡിൽ ആ ഒരു ഫീലോട് കൂടി നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു ബെനഫിറ്റ് അത്രയും, അല്ലേ, അത്രയും ഒരു ബെനഫിറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെ? അപ്പോ നമ്മുടെ ലൈഫിലെ മാറ്റിമറിക്കാൻ കാരണമാകുന്ന വാക്കുകളുണ്ട്. മഹാന്മാരുടെ ഒക്കെ വാക്കുകളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന, അല്ലെ, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന ചില വാക്കുകളുണ്ട്. ചില മഹാന്മാരുടെ ഒക്കെ പറയുന്ന വാക്കുകൾ എന്തുകൊണ്ടാണ് സിനിമകളൊക്കെ എത്രമാത്രം, അല്ലെ, നമുക്കറിയാം ചില സിനിമയിലെ ചില ആളുകളുടെ ഒക്കെ ഡയലോഗ്സ് പറഞ്ഞു നടക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ചില നമ്മുടെ തന്നെ ലൈഫിൽ നമ്മൾ പറഞ്ഞു നടന്നിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ്? അത് അത്രമാത്രം നമ്മുടെ ലൈഫിലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത്രമാത്രം എന്തോ ഒന്ന് പിടിച്ചുലക്കുന്ന ഒരു സ്ട്രെങ്ത് ആ ഒരു വേർഡ്സിനുണ്ട്. അതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഈ വാക്കുകൾക്കെല്ലാം അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ളത്. അതേതാണെന്ന് വെച്ചാല് നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും, ഏതാണ് ഈ മാം പറയാൻ പോകുന്ന വാക്കുകൾ എന്ന്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഹോപ്പോണോപ്പോണോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ഓൾ. ഐ ആം തസ്ലീന ഹംസ. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളാണ് എങ്കിലും അതിനെക്കുറിച്ച് ഒന്നുകൂടി ഇത്തിരി കൂടി നിങ്ങളിലേക്ക് പറയണം എന്ന് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് ഇത്തിരിയും കൂടി അറിയണം
എനിക്കും അത് ഇത്തിരിയും കൂടി മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇത് 2017 മുതൽ ഞാൻ ഹോപ്പണോപോണോ എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ അത് കുറച്ചും കൂടി ഒരു ഡെപ്തിലേക്ക് വന്നത് EFTയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഒരു ഇത്തിരിയും കൂടി കുറച്ചും കൂടെ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ അതിനെ റിസർച്ച് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്കുമായിട്ട് വന്നത്. അപ്പൊ റെഡിയല്ലേ? റെഡിയല്ലേ? അത് കുറച്ചും കൂടെ ആളുകൾ ഒന്ന് വീഡിയോയിൽ വരൂ പ്ലീസ്. സതീശൻ സർ, ഫാത്തിമ ബി, ഷാഹിദ ഒന്ന് വീഡിയോയിൽ വരൂ കേട്ടോ. വളരെ കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങളൊക്കെ രാവിലെ കാണാതെ ഇങ്ങനെ ഞാനൊരു ബ്ലാക്ക് ബോർഡിൽ നോക്കിയിട്ട് ക്ലാസ് എടുക്കണ പോലെയുണ്ട്. കുറച്ച് ആളുകൾ മാത്രമേ. നമ്മൾ ടൈറ്റിൽ എഴുതൂലേ ബോർഡ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പം ആദ്യം എന്തെങ്കിലും ഒരു ടൈറ്റിൽ എഴുതൂ അല്ലെ. ഇന്നത്തെ ടോപ്പിക് എന്താണ്, ദിസ് വേർഡ്സ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അതേപോലെ കുറച്ച് ആളുകൾ മാത്രം ഉണ്ട് മുകളില്, ബാക്കിയൊക്കെ എംറ്റിയാ. ആരോ സ്ക്രീനിൽ കളിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. അദീബ് ആരാണ്? അദീബ് സ്ക്രീനിൽ കളിക്കുന്നുണ്ടല്ലോ, പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ, കിച്ചണിലാണ് എന്നാലും കേൾക്കുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ദയവായി സ്ക്രീനിൽ കളിക്കാതിരിക്കട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കൈ തട്ടി പോകുന്നതായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. എന്താണ് ആ ഒരു ടൈറ്റിലിന്റെ താഴെ കുറച്ച് ഇങ്ങനെ കുറച്ച് പോയിന്റ്സും കൂടെ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഹോപോണോപോണോ എന്ന ഹവായിയൻ പ്രേയറിനെ കുറിച്ചാണ് അല്ലെ. നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട് ഇത് ഹോപോണോപോണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ EFTയിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ ഭയങ്കര നല്ല പരിചയമാണ് അല്ലെ. ഇപ്പോഴും നമ്മൾ ആ വേർഡ്സിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ വരും കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹോപോണോപോണോ പ്രേയർ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാല് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഹവായിയൻ ദ്വീപിലെ ആളുകളാണ് ഇത് യൂസ് ചെയ്തിരുന്നതെന്ന് അറിയാം അല്ലെ. ഇവിടുത്തെ പ്രീസ്റ്റുകളാണ് അത് ആദ്യം ഉപയോഗിച്ചിരുന്നത് കേട്ടോ. കുറെ എന്താണ് വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ, ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് അത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഉച്ചരിച്ചു കൊണ്ടിരുന്ന മന്ത്രങ്ങളായിരുന്നു, വേർഡ്സുകളായിരുന്നു ഈ ഒരു എന്തെന്ന് പറയുന്നത്, ഈ ഒരു പ്രെയർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ബുഷ്റയാണ് സ്ക്രീനിൽ കളിക്കുന്നത്, പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണേ. യെസ്, നമുക്ക് പറഞ്ഞു തന്നത് റഫീഖ് സാർ ആണെന്ന് പറയുന്നു. അതെ, റഫീഖ് സാറാണ് ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ വേർഡ്സ്. അതേപോലെ സാറിന്റെ പ്രാക്ടീസിലൂടെ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എനിവേ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഹവായിയൻ പ്രെയർ എന്ന് പറയുന്ന ഈ വേർഡ്സ് കൊണ്ടുവന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഹവായിയൻ ദ്വീപിലെ കുറച്ച് പ്രീസ്റ്റുകളാണ് അല്ലെ, പുരോഹിതന്മാരാണ്. അവര് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകാൻ വേണ്ടിയിട്ട് ഈ വാക്കുകൾ ഇങ്ങനെ ഉച്ചരിച്ചു പോന്നിരുന്നു. എന്നാല് ഇതിനെ ഒന്നും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു ഇൻഡിവിജ്വൽ ആളുകളിലേക്ക്, ഒരു വ്യക്തിക്ക്, ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രെയർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ തരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാല് മോറ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ലേഡിയാണ് കേട്ടോ, മോറ. ഇവരെന്ത് ചെയ്തു, ഈ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും മോണ എന്നാണ് കേട്ടോ, ആർ അവിടെ സൈലന്റാ, മോണ. ഓക്കെ, MORRNH എന്നാണ് അവരുടെ ആ ലേഡിയുടെ പേര്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ തരത്തിലേക്ക് ഇതിനെ മാറ്റി. അവരുടെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ ഹ്യൂലൻ, അവരുടെ സ്റ്റുഡന്റ് ആണ് ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന സൈക്യാട്രിക് ഡോക്ടർ, എന്ത് ചെയ്തു, ഇവരുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ഹവായിയൻ ഹോസ്പിറ്റലില്. ഇവരെന്ത് ചെയ്തു, സൈക്യാട്രിക് പേഷ്യൻസിനെ ഇത് ഉപയോഗിച്ചു. എങ്ങനെ? നേരിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം അവരറിയാതെ ഇദ്ദേഹം ആ പേഷ്യന്റിന് ഇത് ഉപയോഗിച്ച സമയത്ത്, സൈക്യാട്രിക് പേഷ്യന്റ് നമുക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരെ മാനേജ് ചെയ്യാനൊക്കെ പ്രയാസമാണ്. അത്തരത്തിലുള്ള പേഷ്യന്റിന് വേണ്ടിയിട്ട്
ഈ ഡോക്ടർ ഹ്യൂലൻ അത് ഉപയോഗിച്ച് അതിൽ വിജയം കണ്ടെത്തി. അങ്ങനെ അത് മറ്റുള്ളവരൊക്കെ അവരുടെ പേഴ്സണൽ കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അതിൽ നല്ല റിസൾട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ പോണോ എന്ന വേർഡ്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ആ വേർഡിന്റെ അർത്ഥം എന്താണ്? റെക്ടിഫിക്കേഷൻ ഓഫ് എ മിസ്റ്റേക്ക്. അതായത് ഒരു തെറ്റിനെ തിരുത്തുക, അല്ലെങ്കിൽ ഒരു തെറ്റിനെ ശരിയാക്കുക എന്നതാണ് അതിന്റെ മീനിങ്. അല്ലെങ്കിൽ ടു മേക്ക് റൈറ്റ്, ശരിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? എന്തെന്നറിയോ, ഇതിൽ പറയുന്നത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ട് നോക്ക, എനിക്കൊരു പ്രശ്നമുണ്ട് എങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യും? സാധാരണ അവര് കാരണമാണ് ഇത് സംഭവിച്ചത് ആയിരിക്കാം, അല്ലെ? ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ മറ്റുള്ളവർ കാരണം കടന്നു പോകുന്നുണ്ട്. എങ്കിലും അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക അവിടെ. ഓക്കെ, ഈ പ്രശ്നമുണ്ട്, അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് മനസ്സ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തെ നമ്മൾ അതിനെ ഡീൽ ചെയ്യുകയാണ് ചെയ്യാം. അതിൽ കുറച്ച് 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ? ആ 4 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് അറിയാം, ഓൾമോസ്റ്റ് ഓൾ എന്ന് തന്നെ പറയാം അല്ലെ? ഒന്ന് ടൈപ്പ് ചെയ്തേ, നിങ്ങളൊന്ന് ഉറങ്ങുകയാണെന്ന് ഞാൻ നോക്കട്ടെ. ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത്, എല്ലാവരും ടൈപ്പ് ചെയ്യൂ. അമീറ മാം, ലളിത മാം, ലൈല മാം, പിന്നെ രാജലക്ഷ്മി മാം, ഞാൻ കാണുന്നവരൊക്കെ, സൽമ മാം, സഫിയ മാം, എല്ലാവരും ടൈപ്പ് ചെയ്യൂ. വത്സല മാം, എല്ലാരും ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. രാവിലെ തന്നെ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തേ. സാദിയ മാമിനെ വിളിക്കണല്ലേ, അവർ ഭയങ്കര ബിസിയാ. എല്ലാരും ടൈപ്പ് ചെയ്യൂ, വരുന്നില്ലല്ലോ. യെസ്, വെരി ഗുഡ്. ഷെറിൻ മാമിന്റെ ആണ് ഫസ്റ്റ്. ഓക്കെ, വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ 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 അപ്പൊ നമ്മുടെ വേർഡ്സ് ഇതാ വന്നിരിക്കുന്നു. എന്താണ്? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു, അല്ലെ? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്ന 4 മാജിക് വേർഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? റെഡിയല്ലേ എല്ലാരും? നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, പക്ഷെ അതിലൊരു ഇത്തിരി ചെറിയ ചെറിയ മാറ്റം, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇതുമായിട്ട് വന്നത്. അപ്പൊ ഇതില് ഈ സ്റ്റേറ്റ്മെന്റില് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഐ ആം സോറി എന്ന വാക്കില്, ഐ ആം സോറി ഇല്ലേ? ഐ ആം സോറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റാം, സോറി ട്ടോ, ഐ ആം സോറി അല്ലെ? നമ്മൾ ഇത്തിരി ലേറ്റ് ആയി വന്ന ഐ ആം സോറി എന്ന് നമ്മൾ പറയും. നമ്മൾ എന്ത് ചെയ്യാണ്? ക്ഷമ ചോദിക്കുകയാണ് അവിടെ, അല്ലെ? എക്സ്പ്രഷൻ ഓഫ് റിമോഴ്സ് എന്നാണ് പറയുക. നമ്മുടെ പശ്ചാത്താപത്തെ നമ്മൾ അവിടെ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അക്നോളജ്മെന്റ്, നമ്മൾ സമ്മതിക്കുകയാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുക, നമ്മളോടും മറ്റുള്ളവരോടും. ഓക്കെ, മറ്റുള്ളവരോടും പശ്ചാത്തപിക്കുക, അല്ലെങ്കിൽ നമ്മളോട് തന്നെയും പശ്ചാത്തപിക്കുന്നതിനെയാണ് ഇവിടെ ഐ ആം സോറി എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐ ആം സോറി എന്ന് പറയുന്നു അല്ലെ? എന്നിട്ട് നെക്സ്റ്റ് വൺ ഏതാണ്? പ്ലീസ് ഫോർഗീവ് മീ, അല്ലെ? ദയവായി എന്നോട് ക്ഷമിച്ചാലും. അപ്പൊ അവിടെ എന്താണ്? നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഗിൽറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക്, അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി, അല്ലേ? നമ്മൾ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവിടെ സോറി പറഞ്ഞു കഴിഞ്ഞു, പ്ലീസ് ദയവായിട്ട് എന്നോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ അവിടുത്തെ അങ്ങനെ പറയുമ്പോ ദയവായി എന്നോട് ക്ഷമിച്ചാൽ നമ്മൾ നമ്മളോട് തന്നെ പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ദയവായി എന്നോട് ക്ഷമിച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കുറ്റബോധം അവിടുന്ന് നീങ്ങി പോവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണ് വരുന്നത്, മൂന്നാമത്തേത് വരുന്നതാണ് താങ്ക് യു, അല്ലെ? നന്ദി. ഞാൻ എന്നോട് തന്നെ നന്ദി പറയണേ, താങ്ക് യു. കാരണം ഇത്രയൊക്കെ എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ ഇത്ര ബോൾഡായിട്ട് ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, താങ്ക് യു. ഞാൻ എന്നോട് തന്നെ പറയാണ്. അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ മനസ്സിൽ കാണുന്നെങ്കിൽ, അവരോടാണ് പറയുന്നെങ്കിൽ അവരോട് നമ്മൾ പറയാണ് താങ്ക് യു. ഇപ്പം എന്താണ്, ഞാന് എന്നോട് ഒരാൾ ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക.
അപ്പൊ എന്ത് ചെയ്യാ, അവരോട് ഞാൻ പറയാണ് താങ്ക് യു എന്ന് പറയുമ്പോൾ, ഓക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് വേറെ നന്മകൾ എനിക്ക് ചെയ്തിട്ടുണ്ട്, സോ താങ്ക് യു. ഓക്കെ, വേറൊരാളിപ്പോ നമ്മൾ ഒരാളോട് പ്രശ്നത്തിലാണെന്ന് നോക്കാം, അയാളോട് നമ്മൾ പറഞ്ഞു ഐ എം സോറി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പ്ലീസ് ഫോർഗിവ് മീ, ദയവായി ക്ഷമിച്ചാലും. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർക്ക് നമ്മളോട് എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ട് എന്തെങ്കിലും ഫീലിങ്സ് നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മൾ അവരോട് സോറി ചോദിക്കുകയാണ്. അപ്പോ പിന്നെന്ത് ചെയ്തു, പ്ലീസ് ഫോർഗിവ് മീ, ദയവായി എന്നോട് ക്ഷമിച്ചാലും, ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും താങ്ക് യു. നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കാരണം, അല്ലെങ്കിൽ ചില പാഠങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ കാരണം, അതിന് ഞാൻ നിങ്ങളോട് എന്ത് പറയുന്നു, താങ്ക് യു പറയുന്നു, നന്ദി പറയുന്നു, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടെ എന്താണ്, അവര് നമ്മളോട് എന്ത് ചെയ്തു അല്ല നമ്മൾ പറയാറുണ്ട് അല്ലെ, അൺകണ്ടീഷണൽ ലവ്, നിരുപാധികമായിട്ടുള്ള ഒരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹത്തെയാണ് നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തിയോട് നമ്മൾ തുറന്നു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. അതൊക്കെ എന്തോ ആവട്ടെ, എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളോട് ഞാനിപ്പോ ഐ ലവ് യു പറയുന്നു, അതായത് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇല്ലേ. നമ്മൾ ശരിക്ക് എന്തുപോലെ എന്നറിയോ, എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ സ്കൂളിൽ ഉണ്ടായിരുന്നില്ലേ, പ്ലഡ്ജ് ഉണ്ടായിരുന്നില്ലേ, പ്രതിജ്ഞ. അന്ന് അസംബ്ലിയിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കൈ നീർത്തി പറയും, ഓൾ ഇന്ത്യൻസ് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചല്ലോ കേട്ടോ, മലയാളം മീഡിയം ആണ്. പ്രതിജ്ഞ അല്ലേ, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. അന്ന് അത് പറഞ്ഞപ്പോ എന്തിനായിരുന്നു പറഞ്ഞത് അല്ലെ, എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തിനായിരുന്നു പറഞ്ഞു. ഇപ്പോഴാണ് അതിന്റെ വാക്കുകൾ കറക്റ്റ് മനസ്സിലാവുന്നത്, ഇതാണ് അതിന്റെ കറക്റ്റ് വാക്ക്, അതിന്റെ അർത്ഥം അറിയുന്നത് എങ്ങനെ. അത്രയും ചെറിയ കുട്ടികളായിരുന്നപ്പോ അത്രയും കടുകട്ടിയുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അത് എന്തായിരുന്നു പറഞ്ഞിരുന്നെന്ന് നമുക്കറിയില്ല. അസംബ്ലിയിൽ പോയി വെയിലും കൊണ്ട് ചിലർ തലയിറങ്ങി വീഴും, എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതെന്ന് ഒരു അർത്ഥവും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാല് പിന്നീട് ഞാൻ കുറച്ച് കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്ത സമയത്ത്, അങ്ങനെയാണോ ഞാൻ ഇംഗ്ലീഷിലുള്ള പ്ലഡ്ജ് പഠിച്ചത്, സത്യം പറയാലോ ആ സമയത്താണ് ഇംഗ്ലീഷിലുള്ള പ്ലഡ്ജ് പഠിച്ചത്. അപ്പോഴാണ് കുറച്ചും കൂടി അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായത്. പിന്നെ നമ്മുടെ മക്കൾക്കും കൂടെ വന്ന് അവരെ പഠിപ്പിക്കേണ്ട സമയത്ത് ഇത്തിരിയും കൂടി മനസ്സിലായി. അതാണ് സംഭവം. അതുപോലെ തന്നെയാണ് നമ്മള് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറയുന്നത് അല്ലെ. എന്തോ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വിടുകയാണ്. അതില് ശരിക്കും എന്താണെന്നില്ല, നമുക്ക് അതിൽ ഇൻവോൾവ് ആകുന്നത്. ശരിക്കും ഇത് പറയേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാല്, അതിന്റെ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അതേ ഫീലോട് കൂടി നമ്മൾ പറയുമ്പോഴാണ്. അല്ലെങ്കിൽ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഗുണമില്ല എന്നാണ് ഇതിന്റെ കാര്യമായിട്ട് അറിയുന്ന വ്യക്തികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ ട്യൂൺ തന്നെ ഉണ്ട് അല്ലെ, ചില ഇതിലൊക്കെ നമുക്ക് അത്രയും നല്ല ട്യൂണിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി മുതൽ നമ്മൾ അതിന്റെ ആ പറയുന്ന രീതി ഒന്ന് നിങ്ങൾ മാറ്റുക, അതേപോലെ ഫീലോട് കൂടി നമ്മൾ പറയാന്നുള്ളതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് ഒരു ബോഡി പെയിൻ ഉണ്ടെന്ന് വെക്കുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് ഈ ഒരു പ്രെയർ ചെല്ലണം അല്ലെ, ഈ ഒരു വാക്കുകൾ നമ്മളോട് പറയണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഐ എം സോറി. എന്ത് ചെയ്യാ, ഐ എം സോറി ഡിയർ, വേണമെങ്കിൽ എന്നോട് പറയാം. അല്ലെങ്കിൽ ഐ ആം സോറി ഡിയർ ബോഡി, എന്റെ പ്രിയപ്പെട്ട ശരീരമേ എന്നോട് ഞാൻ സോറി ചോദിക്കുന്നു. നീ ഇത്രയും വേദന സഹിക്കുന്നുണ്ടല്ലേ, നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, പ്ലീസ് ഫോർഗിവ് മീ. ചിലപ്പോൾ എന്റെ എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാവാം, പ്ലീസ് ഫോർഗിവ് മീ, ദയവായി എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ നെഗ്ലക്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ട, ഞാൻ ജോലിയുടെ തിരക്കിന്റെ ഇടയിൽ നിന്നെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്, മൈൻഡ് വെക്കാതെ പോയിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല അല്ലെ, അല്ലെങ്കിൽ ഓവറായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഈ ഒരു നിമിഷം ഞാൻ നിന്നോട് സോറി ചോദിക്കുകയാണ്, താങ്ക് യു. ഇത്രയും നീ ഹെൽത്തി ആയിട്ട് ഇതുവരെ നീ എന്നെ കൊണ്ട് നടന്നതിൽ, ഇത്രയും എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്തതിന്, ഇപ്പോഴും ഈ ആരോഗ്യത്തോടെ എൻ്റെ കൂടെ ഉള്ളതിന്
ഞാൻ എന്ത് ചെയ്യുന്നു, നിന്നോട് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമ്മൾ നമ്മളോട്, നമ്മുടെ ശരീരത്തോട് നന്ദി പറഞ്ഞു. അതിനുശേഷം എന്ത് പറയാ? ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെല്ലേണ്ടത്, അല്ലേ? ഇതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ, ഇതുപോലെ നിങ്ങൾ പറയുമ്പോൾ അതിന്റെ ഒരു ഇത് നോക്കൂ, നിങ്ങൾ റിസൾട്ട് ചേഞ്ച് ആകുന്നത് നോക്കിക്കോളൂ. ഇതുപോലെ സ്നേഹത്തോട് കൂടിയിട്ട്, മീനിങ് ഫുൾ ആയിട്ട്, അതുപോലെ ഫീലോട് കൂടിയിട്ട് നമ്മൾ ചെല്ലുക എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഇനി നിങ്ങൾ ഇപ്പം അല്ലാതെ തന്നെ ആ ഒരു ഇത് നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. എന്നാൽ അതിന്റെ മീനിങ്ങോട് കൂടി നമ്മൾ ഓരോ വ്യക്തിയോട്, ഇപ്പം ഒരു വ്യക്തിയോടാണ് നമ്മൾ അത് പറയുന്നെങ്കിൽ, ഇല്ലേ, നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇതിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് വെച്ചാല്, നമുക്ക് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനാണ്. അതൊരു റിലേഷൻഷിപ്പിലാവാം, നമ്മളോട് തന്നെ ആവാം, ജോലി സ്ഥലത്തൊക്കെ ആവാം, അല്ലെ? അപ്പോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിന്റെ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെ, നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്റൻഷൻ, നീയത്ത് എന്ന് പറയാറുണ്ട്, അല്ലെ? നീയത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പറയലാണ്, അല്ലെ? അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് വെറുതെ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ട്, അല്ലെ? അങ്ങനെ പറഞ്ഞ രീതിയല്ല. നമ്മളതിന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് അതിൽ നിന്നും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ്, അല്ലെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങള്, ഇമോഷണൽ ആയിട്ടുള്ള, മാനസികമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫുഗീനെസ് കൊടുക്കാൻ, അല്ലെ, നമ്മൾ EFT നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെ? ഫുഗീനെസിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒത്തിരി നല്ല അതിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഗീനെസ് നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും ഫുഗീനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം. അങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമോഷണൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, നമ്മുടെ ഇന്നർ പീസിന് വേണ്ടിയിട്ട്, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട്, നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും, അല്ലേ? അവരെന്നെ എന്നെ അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഈ പ്രശ്നം എൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ഫുഗി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഫുഗി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു വെയിറ്റ് അങ്ങ് പോയിട്ട്, ആ ഭാരം അങ്ങ് പോയിട്ട് ആ ഒരു കറ അങ്ങ് പോയിട്ട് ക്ലിയർ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രെയർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലെൻസിങ്, അല്ലെ? ക്ലെൻസിങ് പറഞ്ഞു, നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്, അല്ലെ? നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലെ? ആ നെഗറ്റീവ് എനർജിയെ, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണലി നമ്മൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇതിനൊക്കെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വേർഡ്സ്, ഈ ഹവാലിയൻ പ്രെയർ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെ ലൈഫിലും മിറാക്കിൾസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ, അതുപോലെ റിലേഷൻഷിപ്പിൽ, മറ്റുള്ള കാര്യങ്ങൾ, ബിസിനസ് ആവട്ടെ, അവരുടെ വെൽത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വേർഡ്സുകളാണ് ഈ ഹവായിയൻ പ്രെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ്, ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എസ് ടൈപ്പ് ചെയ്യണേ. നിങ്ങൾ എത്ര പേര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ EFTയിലുള്ള ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, ഔട്ട് സൈഡുള്ള ആളുകളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യൂ, പ്രാക്ടീസ് ചെയ്യുന്നവര്. അതെ, ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുകയും അതിലൂടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ വത്സല മാം ആണെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എപ്പോഴും പോണോ പറഞ്ഞിട്ടാണ് നടക്കുക. ഞാനും അങ്ങനെയാണ്, ഞാൻ എപ്പോഴും, അതെ, രാജലക്ഷ്മി ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, ഞാനും അങ്ങനെയാണ്. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഈ വേർഡ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല്, കുറെ കഴിഞ്ഞപ്പം അദ്ദേഹം അത് നിർത്തി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ആ നെഗറ്റീവ് എനർജി കട്ടാവുക ചെയ്യുന്നത്, അല്ലെ? അവരുടെയിലേക്ക് ഈ ഒരു പോസിറ്റിവിറ്റി നിറയുന്നുണ്ട്.
നമ്മളോട് അവർക്ക് ഈ ഒരു നെഗറ്റീവ് ഇത് ഉണ്ടായത് കൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരോട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് ഇത് നിങ്ങൾ പറഞ്ഞു നോക്കും. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ അല്ലേ, ചിലപ്പം അവരുടെ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവരുടെ ആ നെഗറ്റീവ് എനർജി കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഇത് ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാളുടെയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇതാക്കുന്നത്, അല്ലെ? നമ്മൾ പറഞ്ഞു ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനും മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാരും യൂസ് ചെയ്യരുത്. നല്ലതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, അല്ലെ? അതിന്റെ ഒരു സ്പിരിച്വൽ ഇതിലൊക്കെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നന്നാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫോർഗീവ് ചെയ്യുമ്പോ ഐ ലവ് യു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കണ്ണാടി നോക്കിയിട്ട് നന്നായിട്ട് കണ്ണിൽ നോക്കിയിട്ട് പറയാ കേട്ടോ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറയാം. പിന്നെ എങ്ങനെയാണ് നമ്മളോട് വേറെ ആരെങ്കിലും ഐ ലവ് യു പറയാ? അല്ലേ, അവരൊക്കെ എന്നെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളോട് നോക്കിയിട്ട് നമുക്ക് ഐ ലവ് യു പറയാൻ പറ്റണില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? അല്ലേ? ആ മുട്ടയുടെ ഷെല്ലിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കോഴിക്കുഞ്ഞിനെ അവിടെ നിൽക്കാൻ പറ്റണില്ലെങ്കിൽ, അതിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ പിന്നെ അതെന്താ ചെയ്യാ? അതവിടെ കിടന്നത് വിമ്മിഷ്ടപ്പെടുകയല്ലേ ചെയ്യാ. അതേപോലെയല്ലേ നമ്മുടെ ഈ ഒരു ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിന് ഉൾക്കൊള്ളാൻ പറ്റണില്ലെങ്കിൽ, അല്ലേ, നമ്മുടെ ശരീരമാണ്, അതിന്റെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിന് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? അല്ലേ, പുറത്തുള്ളവർക്ക് പറ്റുമോ? അവര് വേറൊരു ആത്മാവാണ്, അല്ലേ, വേറൊരു വ്യക്തിയാണ്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അത് കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഐ ലവ് യു പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ദേഷ്യത്തോടെ കണ്ണാടി നോക്കരുത്, സ്നേഹത്തോട് കൂടിയിട്ട് കണ്ണാടി നോക്കുക. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് നമ്മൾ എന്താ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ടുകൾ കുറെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? ഒരുപാട് കാര്യത്തിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. എന്തെങ്കിലും ഇനിയിപ്പോ നമ്മുടെ ഒരു വസ്തു മിസ്സായി നോക്കാം. ഇപ്പൊ എനിക്കൊരു ഓർമ്മ വന്നൊരു കാര്യമാണ്, നമ്മുടെ ഒരു വസ്തു മിസ്സായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിനോട് പറയാം. ഇപ്പൊ നമ്മളൊരു മൊബൈലാന്ന് നോക്കാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ എം സോറി മൊബൈൽ എന്ന് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഏറ്റവും സ്വീറ്റ് ആയിട്ട് നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഇതെന്താണോ, നിങ്ങളുടെയൊക്കെ ഒരു നിക് നെയിം ഉണ്ടാവുമല്ലോ, ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വേർഡ് ഒന്ന്, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടുന്നത് വിളിക്കാന്? മോളെ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെ? ബുച്ച, അനു, ഓക്കെ, നുസ്രത്ത്, അനു, ബിജു, കുട്ടി, മാളു, ഓക്കെ, നല്ല രസമുണ്ട് കേൾക്കാന്. ജെലി, ലത്തു, ഓക്കെ, സ്വീറ്റി, പൊന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളോട് വിളിക്കേണ്ടത്. നമുക്ക് ചില ആളുകൾക്ക് അവരുടെ പേര് നിക് നെയിം ആണെങ്കിലും വിളിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ഇന്നലെ ഞാൻ കണ്ട് എന്റെ മോള് പറഞ്ഞു, അവളുടെ നിക് നെയിം വിളിക്കണ്ട, ഉമ്മി എന്ത് വിളിക്കണതാണ് അപ്പൊ ഇഷ്ടം? എന്റെ മോളേന്ന് ഉമ്മി വിളിക്കണതാണ് ഇഷ്ടം. അപ്പൊ ഓരോരുത്തർക്ക് അങ്ങനെ ഉണ്ടാവൂലേ? വത്സ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഇല്ലേ, നമ്മളാണ് നമ്മൾ വിളിക്കേണ്ടത്. വേറെ ആള് വിളിച്ചിട്ട് അയ്യോ എന്നെ അങ്ങനെ വിളിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നേക്കാളും ഇത് വിളിച്ചിട്ട് നിങ്ങൾ സെൽഫിന് ഫോർഗിവ്നെസ് കൊടുക്കുക. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം ഒരുപാട് ടൈം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഒരു വട്ടം രണ്ടു വട്ടം പറഞ്ഞ് നിർത്തല്ല, അത് റിപ്പീറ്റഡ്ലി. കാരണം ഓരോരുത്തർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചില സമയങ്ങൾ വരും, അല്ലെ? കുറച്ച് ടൈം വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതിന്റെ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് ആ റിപ്പീറ്റഡ്ലി ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ അല്ല, നമ്മുടെ ശ്രദ്ധയ്ക്ക് വേറെ നിന്നൊക്കെ വന്ന് ഇതിൽ വന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അതിലേക്ക് അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകും. ഓക്കെ, എന്ത് ചെയ്യണം? അതുപോലെ നമുക്കൊരു കാര്യം ഉണ്ടല്ലോ, നമുക്കൊരു കാര്യമുണ്ട്, എന്തിനാണോ അത് ഉള്ളത് ആ ഒരു കാര്യത്തെ അത് ഹീലായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണണം. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു? റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ ഡെപ്റ്റ് ഉണ്ടെന്ന് നോക്കുക, കട ഉണ്ടെന്ന് നോക്കുക. ആ കടത്തിന് അത് ക്ലിയർ ആകുന്നതായിട്ട് നമ്മൾ കാണണം. ഓക്കെ, അതുപോലെ തന്നെ അപ്രീസിയേഷൻ,
ഒരുപാട് സോറി അതിന്റെ ഏതൊക്കെ തലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഏതൊക്കെ തലത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമ്മളെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, പേഴ്സണൽ പ്രോബ്ലത്തിന് നമുക്ക് ഉപയോഗിക്കാം, റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മുടെ വേൾഡില് അല്ലെ, നമുക്കിപ്പം കൊറോണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കുക. അപ്പം നിങ്ങളുടെ ഡോക്ടർ ചെയ്ത് കണ്ടില്ലേ, നമ്മുടെ ഡോക്ടർ ഹ്യൂലൻ ചെയ്തതുപോലെ അവരുടെ സൈക്കാട്രിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലോകത്ത് എന്തെങ്കിലും തിന്മകൾ നടക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറയുന്ന ഈ വേർഡ്സുകൾ അവർക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ബന്ധു വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു എക്സാമ്പിളും കൂടെ പറയുകയാണെങ്കിൽ, നമുക്കിത് എങ്ങനെയാണ് ലൈഫിൽ ഇതിൽ ഹീലിംഗിൽ ഒരു ഇൽനെസ്സിൽ മിറാക്കിൾസ് കൊണ്ടുവരാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? പല ആളുകളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ എന്തുണ്ടായിട്ടുണ്ട്, മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരാൾ നേരിട്ട് കാണണം എന്നുണ്ടോ എന്ന് പറഞ്ഞു, അങ്ങനെ വേണ്ട, എവിടെയുള്ള ആളാണെങ്കിലും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇതിലൂടെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു പ്രെയറിലൂടെ അവർ വേണ്ട രീതിയിൽ, നമ്മൾ ഇവിടെ EFT പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്, ഇത് വിത്ത് ടാപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ പെട്ടെന്നാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. നമ്മൾ കുറെ നാളുകളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 2017 മുതൽ ഞാൻ ഇത് ഏതോ തരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു യൂസേജ് ഞാൻ പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ EFTയിൽ നമ്മൾ ചെയ്യുന്നത് വിത്ത് ടാപ്പിംഗ് ആണ്, വിത്ത് EFT ടാപ്പിംഗ് ആണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ, വെറുതെ നമ്മൾ EFT ടാപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. എന്നാൽ വിത്ത് ദീസ് വേർഡ്സ് അത് ആ ഒരു റിസൾട്ട് ക്യുക്കർ ആവാറുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ മാറാന്, നമ്മൾ പറഞ്ഞില്ലേ റിലേഷൻഷിപ്പില് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് ഒന്ന് ലാസ്റ്റ് ഒന്ന് ചോദിക്കാട്ടോ, ഞാൻ അതിൽ ശ്രദ്ധ പോയാൽ നമ്മുടെ ടൈം പോകും. ഓക്കെ, നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പില് അല്ല പിന്നെ കുടുംബത്തിൽ ഐക്യം വീണ്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രെയർ അല്ലെങ്കിൽ ഈ ഒരു വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെ, ഓരോരുത്തരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമ്മുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ റിലേഷൻഷിപ്പിലെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് എപ്പോ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിലെ കൂടുതൽ പേർക്കുള്ള ഒരു പ്രശ്നമാണ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്. ഒന്നുകിൽ സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ അയൽപക്കക്കാരുമായിട്ട്, ബന്ധുക്കളുമായിട്ട്, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുറെ ആളുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട എന്താന്ന് വെച്ചാൽ, അവിടെ നമുക്ക് എന്താണ് ആ ഇമോഷൻസ്, അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും അല്ലെ, കുറച്ചും കൂടെ ആഴം നിറഞ്ഞതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. നമുക്കറിയാം അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിലും നമ്മുടെ ഹീലിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. ഓക്കെ, അപ്പോ നമ്മുടെ ഹോപ്പോണോപോണോ മന്ത്രയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ EFTയിൽ കുറെ ആളുകൾക്ക് റിലേഷൻഷിപ്പിൽ അത്രയും വലിയ ഒരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, റീയൂണിയൻ ആയിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ അപ്പൊ ചിലര് ചോദിക്കും, അയ്യോ എനിക്ക് വേണ്ട റിലേഷൻ, എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല, അത്രയ്ക്കും ടോക്സിക് ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ചിലരുണ്ട് അങ്ങനെ തന്നെ, മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും പറയുന്ന ആളുകളുണ്ട്. എനിക്ക് ആ റിലേഷൻ വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അത്രക്കാർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ അവിടെ സംഭവിക്കുന്നത്, നമുക്ക് എന്താണോ ഉചിതം, നമുക്ക് നമ്മുടെ എനർജി പോസിറ്റീവ് ആവുകയാണ് ചെയ്യാം അല്ലെ. അവിടെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നു. അതുപോലെ നമുക്ക് വേണ്ട ചേഞ്ചസ് ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചിലരെന്ത് ചെയ്യും, ചിലർ പ്രാക്ടീസ് ചെയ്യൂല, അയ്യോ അവരെ റീ യൂണിയൻ എങ്ങാനും ആയാലോ എന്ന് വിചാരിച്ചിട്ട്.
ഇനി കുറെ നാള് സഹിച്ചതാണ്, ഇനി സഹിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഇതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തിന്റെ ഭാഗത്ത്, നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ഇത് തോന്നിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ശരിയാണ്, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരോട് ഫോർഗീവ്നെസ് ചോദിക്കുന്നു. ഓക്കെ, പരിപൂർണമായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു. ഓക്കെ, കാരണം ഇതെന്ത് ചെയ്യും? ഇത് നമ്മുടെ ആവശ്യമാണ് ഇതിൽ നിന്നും എന്താ ക്ലിയർ ആവുക, ഹീൽ ആവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് എന്ത് ചെയ്യുന്നു? ഖേദം പ്രകടിപ്പിക്കുന്നു, അല്ലെ? ഐ എം സോറി എന്ന് പറയുന്നു. അതുപോലെ തന്നെ പ്ലീസ് ഫൊർഗീവ് മീ, ദയവായി എന്നോട് ക്ഷമിച്ചാലും. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. എന്താണ്? താങ്ക് യു. നിങ്ങൾ എനിക്ക് കുറെ, അല്ലേ, നിങ്ങൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ ഓഫീസിലാണല്ലോ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തത്, എനിക്ക് ഇത്രയും ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ നിങ്ങളോട് താങ്ക് യു പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കാരണം നിങ്ങൾ എന്നെ ഒരുപാട് നാളെ, നിങ്ങൾ ഇപ്പം റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ള ആളുകൾ, ആദ്യമൊക്കെ നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, ശരിയാണ്. പിന്നീടാണ് പ്രശ്നം ഉണ്ടായത്, പിന്നീടാണ് നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായത്. അല്ലെങ്കിൽ പിന്നെ ആദ്യമൊക്കെ നിങ്ങൾ എന്നെ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളെ ബെനിഫിറ്റ് ആയിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഐ ലവ് യു. ഞാൻ നിങ്ങളെ ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഐ സ്റ്റിൽ ലവ് യു വിത്തൗട്ട് എനി കണ്ടീഷൻ, അല്ലെ? ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ ഇപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഫീലോടുകൂടി റിപ്പീറ്റഡ്ലി പറയുമ്പം ആ റിലേഷന് സ്മൂത്ത് ആവും, അല്ലെങ്കിൽ അതെന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രീതിയിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, ഈ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് നന്നാകുന്ന ആരെയെന്നറിയോ? നമ്മുടെ ഉള്ളാണ്, അല്ലെ? നമ്മളോട് സാർ പറയാറുണ്ട്, ലുക്ക് ഇൻസൈഡ്, ഉള്ളിലേക്ക് നോക്കൂ എന്ന് പറയാറുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളാണ് ക്ലിയർ ആകുന്നത്. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് 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 പ്യുവർ ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കൂടുതൽ പ്യുവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ എന്താവുകയാണ്? സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ക്ലിയർ ആയിട്ട് നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ശാന്തത ലഭിക്കും, അല്ലേ? നമ്മുടെ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവും, അല്ലേ? ആ ശാന്തത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിൽ നിന്ന് ദേഷ്യമായിട്ടും സങ്കടമായിട്ടും ബഹളമായിട്ടും ഒക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ ശാന്തമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു ഓറയുണ്ട്, അല്ലേ? ആ ഓറയില് നമ്മളെ ക്ലെൻസ് ചെയ്യുമ്പം നമ്മുടെ ഓറയിൽ മാറ്റം വരും, നമ്മളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന എനർജിയിൽ മാറ്റം വരും. അതോടുകൂടി നമ്മൾക്ക് ഇങ്ങോട്ട് വരുന്ന, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എനർജിയിൽ മാറ്റം വരും, അല്ലേ? നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്? ഓപ്പോസിറ്റ് ചാർജ് വിൽ അട്രാക്ട് ആൻഡ് ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് എന്നാല് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്, ലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. ഒരേപോലെയുള്ള ചാർജസ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള ആളുകളെ നെഗറ്റീവായിട്ട് അട്രാക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്ത് വരുന്നു, അല്ലേ? ഫിസിക്സിൽ നമ്മൾ പഠിച്ചത് നേരെ ഓപ്പോസിറ്റാ. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും അട്രാക്ട് ചെയ്യും, ആൻഡ് എന്താണ്, നെഗറ്റീവും റിപ്പിൾ ചെയ്യും, അല്ലേ? ഓപ്പോസിറ്റ്, അത് വികർഷിക്കും, അല്ലെ? ആകർഷണവും വികർഷണം കേട്ടോ, അങ്ങനെയാണ് വരുന്നത്. അതുപോലെ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവുക? നമ്മളിലേക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ആളുകൾ വരും, സമ്പത്ത് വരും, റിലേഷൻഷിപ്പ് വരും, അങ്ങനെ മറ്റുള്ള എല്ലാ ഹാപ്പിനെസ് വരും, എല്ലാം നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കും. ഹായ് സുബൈർ സർ, ഞാൻ അതിലേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ചോദിച്ചത് കേട്ടോ. ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കും. ഓക്കെ, അപ്പോ ഞാൻ ഒന്ന് പറയാം എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ സാധാരണ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എല്ലാ ടൈമിലും ഉപയോഗിക്കാം കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പൊ നിങ്ങൾ കാമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുക.
ഓക്കെ, എല്ലാരും ഇരുന്നോ? എല്ലാവരും ഇരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് പോലെ കാലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് നട്ടെല്ല് നിവർന്ന് റിസീവർ മോഡിൽ, കൈകൾ റിസീവർ മോഡിൽ വെക്കാം. അല്ലെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്റെ കൈ കാണുന്നുണ്ടോ? നിങ്ങളുടെ ചെസ്റ്റിൽ കൈ വെക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചെസ്റ്റിൽ കൈ വെച്ചോളൂ. സിംഗിൾ ഹാൻഡും വെക്കാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലും പ്രാക്ടീസ് കണ്ടിട്ടുണ്ട്. ഈ നെഞ്ചിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫീൽ ചെയ്തുകൊണ്ട് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ വരുന്നില്ലേ നിങ്ങളോട്? എന്തോ ഒരു പ്രത്യേകത തോന്നില്ലേ? അല്ല, എത്രയും കൂടി മുകളിൽ കേട്ടോ. എനിക്ക് വത്സലമനെ കാണുന്നുണ്ട്. ഓക്കെ, എന്റെ കൈ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇവിടെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ നെഞ്ചിൽ കൈ വെക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൃദയഭാഗത്തും വെക്കാം. പക്ഷെ ഞാൻ അവിടെ പ്രാക്ടീസിൽ ഇങ്ങനെയാണ് കണ്ടത്. നമ്മൾ സാധാരണയായി ലെഫ്റ്റ് അല്ലെ ഹൃദയഭാഗത്താണ് കൈ വെക്കാറുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും വെക്കാം. ഓക്കെ, എന്തായാലും അങ്ങനെ കൈകൾ വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക കേട്ടോ. വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. നോർമൽ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ റിപ്പീറ്റ്ലി പറയാ. ആ പറയുന്ന സമയത്ത് നിങ്ങൾ അത് ഫീലോട് കൂടി അല്ലെ, ഞാൻ പറഞ്ഞ അതേപോലെ ഐ എം സോറി എന്ന് പറയുമ്പോൾ ആ ഒരു എന്നോട് ക്ഷമിക്കൂ, ആ ഒരു രീതിയിൽ ആ ഫീലോട് കൂടി നിങ്ങൾ കാണാട്ടോ. ഒരു വ്യക്തി ആരാണെങ്കിലും, നമ്മൾ എത്ര ദ്രോഹിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും അവരോട് നമ്മൾ സോറി ചോദിക്കുക. ഐ എം സോറി, എന്നോട് ദയവായി ക്ഷമിക്കൂ, പ്ലീസ് ഫോർഗിവ് മീ, ദയവായി എന്നോട് ക്ഷമിച്ചാലും. എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. ദയവായി ക്ഷമിക്കൂ. താങ്ക് യു, നിങ്ങൾ ചെയ്തു തന്ന എല്ലാറ്റിനും നന്ദി. അല്ലെ, നമ്മൾ പറയാറുണ്ട് നമ്മളോട് തിന്മ ചെയ്ത ആളുകളുടെ അടുത്തും നമ്മൾ നന്ദി പറയണം. നിങ്ങൾ ചെയ്തു തന്ന ചില ഉപകാരങ്ങളൊക്കെ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാവുമല്ലോ. താങ്ക് യു, അതിനെല്ലാം നന്ദിയുണ്ട്. ഐ ലവ് യു, ഞാൻ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ള ആ രീതിയിൽ. നിങ്ങളുടെ ജോബിന്റെ കാര്യമാണെങ്കിലും നിങ്ങളോടാണെങ്കിലും അതുപോലെ മറ്റുള്ളവരാടാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പറയാട്ടോ. ഓക്കെ, ആ മീനിങ് ഉൾക്കൊണ്ട് നിങ്ങൾ പറയാ. അതുപോലെ തന്നെ എന്ത് ചെയ്യാ, നിങ്ങളിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് എല്ലാം വിട്ടുപോകുന്നതായിട്ട് വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളിൽ പോസിറ്റിവിറ്റി നിറയുകയും ആ നെഗറ്റീവ്സ് നിങ്ങളിൽ നിന്നും പോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ കൂടുതൽ കൂടുതൽ പീസ്ഫുൾ ആവുകയും നിങ്ങളിൽ ഹീലിംഗ് സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ബ്രീത്തിങ് എടുത്തു. വൺസ് മോർ നിങ്ങൾ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. Breathe in, breathe out. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you.
I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. I'm sorry. Please forgive me. I thank you. I love you. കുറച്ചു നേരം അങ്ങനെ തന്നെ ശാന്തമായിട്ടിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ആ ഒരു ഹൃദയത്തിലെ ആ ഒരു ശാന്തത നന്നായിട്ട് ഫീൽ ചെയ്യുക. കൈകള് പതിയെ ഓപ്പൺ ആക്കി നിങ്ങളുടെ മടിയിൽ വെക്കുക. വളരെ ശാന്തമായി നിങ്ങളുടെ കയ്യിലെ ആ ഒരു എനർജിയെ വീക്ഷിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ നിരീക്ഷിക്കുക. ഒരു എനർജി വൈബ്രേഷൻ ഫീൽ ചെയ്യുക. ആ കൈകള് പതിയെ പൊക്കിയെടുത്തുകൊണ്ട് ഒന്ന് റബ്ബ് ചെയ്ത ശേഷം നിങ്ങളിലേക്ക് ഒരു ഡീപ് ബ്രീത്തോട് കൂടി ആ ഒരു എനർജി നമ്മളിലേക്ക് റിസീവ് ചെയ്യുക. ഓക്കെ, അപ്പൊ സന്തോഷത്തോടെ എല്ലാവരും കണ്ണുകൾ തുറക്കൂ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നമ്മളിപ്പോ ഒരു 11 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെ 11 ടൈംസ് ചെയ്യാം. അല്ലെങ്കിൽ 108 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. എന്ത് ടൈപ്പ് ചെയ്യൂ? നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു? ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ കുറെ കാര്യങ്ങൾ ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. ചില ആളുകൾക്ക് തോന്നും ഇത് ഹവാലിയൻ പ്രെയർ എന്ന് പറയുമ്പോൾ വേറെ ഏതോ മതക്കാരുടെ അല്ലേ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ദോഷമല്ലേ ചെയ്യണേ? ഇതെന്താണ് ഇപ്പൊ പറയണത്? എന്താണ് നമ്മൾ പറഞ്ഞ എന്താണെന്ന് അല്ലേ? അത് ഒരിക്കലും ഒരു റിലീജിയസ് ബേസ് അല്ല, സ്പിരിച്വൽ ആണ് അല്ലേ? സ്പിരിച്വൽ ആണ് സംഭവം, പക്ഷെ ഒരു മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം അല്ല അത് അല്ലേ? ആ വേർഡ്സ് കണ്ടാൽ നമുക്കറിയാം. അപ്പൊ ഒരിക്കലും ഒരു മതത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ളതല്ല. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഇരുന്ന് ഇതുപോലെ ചെയ്യാം. പിന്നെ അതുപോലെ എന്ത് ചെയ്യാം? നമുക്ക് നടന്നിട്ടോ ഇരുന്നിട്ടോ കിച്ചണിൽ ഇരുന്നിട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എപ്പോ വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും ചെയ്യാം. ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഉറക്കെ ചെയ്യാം, ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാം, സൈലന്റ് ആയിട്ട് ചെയ്യാം, കൂട്ടത്തോടെ ഇരുന്ന് ചെയ്യാം. ഓക്കെ, ഇതുപോലെ മെഡിറ്റേഷന്റെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നടന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ, ഇപ്പൊ നമ്മൾ വാക്കിങ്ങിന് പോകുന്ന ടൈമിലോ എപ്പം വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. തന്നെ അതിന് റിസൾട്ട് കിട്ടും. റിസൾട്ടിന്റെ കാര്യത്തിൽ അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് ഫീലോട് കൂടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ഐ ക്ലോസ് ചെയ്തിട്ടും ചെയ്യാം, തുറന്നിട്ടും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്കൊക്കെ ഒന്നുകൂടെ ഫീല് കണ്ണടച്ചിട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കണ്ണ് തുറന്നിട്ട് നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. മൈൻഡ് കൊണ്ട് ചിലര് വിചാരിക്കും ഞാൻ എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിററിൽ നോക്കിയിട്ടും ചെയ്യാം. ഓക്കെ,
അതെ, സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും എപ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും, നമ്മൾ ഹവാലിയൻ പ്രെയർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴേ അങ്ങനെ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് സ്പിരിച്വലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ ഞാൻ വേറൊരു കാര്യം വായിച്ചുകൊണ്ട് എന്റെ ശ്രദ്ധ പോയതാണ്. അത് എപ്പോഴൊക്കെ ചെയ്യാം? എപ്പോഴും ചെയ്യാം. അത് എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോഴൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾ കുറച്ച് പറഞ്ഞു അല്ലെ, അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബെനിഫിറ്റുകൾ പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാ. പിന്നെ നമ്മോട് തന്നെ ക്ഷമിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നല്ല സുഖമാണ് ഇത് കേട്ട് ഇങ്ങനെ നമ്മൾ സെൽഫിനോട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. അതുപോലെ മക്കളുടെ കാര്യത്തിന് ചെയ്യാൻ പറ്റും കേട്ടോ. 1 സെക്കൻഡ്. ഹലോ, ഒരു അത് ആയിട്ടില്ല. ഒരു 10 മിനിറ്റ് ഇരുന്നൂടെ? ഒരു 10 മിനിറ്റ്സ്. ഓക്കെ, ശരി. ഞാൻ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയണേ, നമുക്ക് ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഫാസ്റ്റ് ആക്കാട്ടോ. അതേപോലെ ഇത് പറയുന്നവർ ചുരുക്കി പറയണേ. പിന്നെ നമ്മുടെ ഇമോഷണൽ ഹീലിംഗിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മുടെ ഇന്നർ പീസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കുന്നതിന്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന്, നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടിനെ പോസിറ്റീവ് ആയിട്ടുള്ള അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക്, അതായത് നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, എന്താണ് പറയാനുള്ളത്, ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വരും കേട്ടോ, നിങ്ങളുടെ ചേഞ്ചസ്, ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സൂറ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിത് ആഗ്രഹിച്ച ഇന്നത്തെ മെഡിറ്റേഷൻ സൂപ്പറായിരുന്നു. സോറി, മെഡിറ്റേഷനുള്ള ഇന്നത്തെ ക്ലാസ് ഞാനിത് ആഗ്രഹിച്ചതായിരുന്നു. എങ്ങനെയാണ് ഈ സെൽഫ് ലവ് പറയുക, ഇതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ പുതിയ ബാച്ചിലെ 11th ബാച്ചിലെ ആളാണ്. ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഇതിന്റെ ഒരു ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ ഉഷാറായിരുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു സൂറ മാം. ഇന്നലെ എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായി. ഞാനത് പറയട്ടെ. സാറിനോട് നേരിട്ട് പറയണം എന്ന് വിചാരിച്ചതായിരുന്നു. ഹാൻഡ് റൈസ് ചെയ്തു, പക്ഷെ ഞാൻ കിട്ടിയില്ല പറയാന്. ഇന്നലെ എന്റെ മോന്, അവന് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവനിക്ക് ഇന്ന് പിന്നെ റിപ്പോർട്ട് കൊടുക്കണം. പക്ഷെ അവനക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നില്ല. പോവാൻ വേണ്ടി കുറെ ദിവസമായി അവൻ നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. മിനിഞ്ഞാന്ന് രാത്രിയിൽ അവനോട് ഞാൻ ടൈപ്പ് ചെയ്തു. ഞാൻ ഇതില് ഉള്ളതായ EFTയിൽ കയറിയതൊന്നും മക്കൾക്ക് അറിയില്ല. ഞാൻ സ്വന്തമായിട്ട് ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് ഞാൻ കയറിയത്. മക്കളോട് പറഞ്ഞിട്ട് കളിയാക്കും, അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു, നീ പോയിക്കോ, ഒരു സെക്കൻഡ്. ഈ ക്ലാസ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നമ്പർ എന്ത് ചെയ്യാ, ചാറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടാല് നമ്മുടെ ടീം ഉണ്ട്, ഇത് നോക്കിയിട്ട് അവര് നിങ്ങളെ കോൾ ചെയ്യുന്നതാണ് കേട്ടോ. പറയൂ. അങ്ങനെ അവനോട് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അവന് ടിക്കറ്റ് കിട്ടി മാം. അത് ഞാൻ ഇവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്തു, ഫോർഗീവ് ചെയ്തു. അവന് കിട്ടിയ ആ ഒരു മിറാക്കിൾ എനിക്ക് പറയണമെന്ന് ഭയങ്കര ഓക്കെ, ആഗ്രഹം. കേട്ടിട്ടുണ്ട് സാറ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ സാർ എടുത്ത് കേൾക്കും. അപ്പൊ സാറ് കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ സാറ് ATCയിൽ കയറുന്ന ടൈമിൽ നിങ്ങൾ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും സാർ ഇത് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച് സാറാ മാം. കുറച്ച് ഫാസ്റ്റ് ആക്കൂട്ടോ, നമ്മുടെ അഡ്വാൻസ് ATCയുടെ ടൈമാണ്. സാർ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ഒന്ന് ഫാസ്റ്റ് ആക്കും. രാജലക്ഷ്മി മാം പറയൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് ഗോഡ്, താങ്ക് യൂണിവേഴ്സ്. ഇന്ന് 11/4 എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ദിവസമാണ്. എൻ്റെ മകൻ ജനിച്ച ദിവസം. എല്ലാവരും ഞാൻ പിറന്നാൾ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നത്. പിന്നെ ഞാൻ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഇതാണ് ഈ ഓപ്പനോപ്പോനോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ട്, അത് എൻ്റെ അനിയൻ. ഒരു സ്ത്രീയെ വിളിക്കാവുന്ന ഏറ്റവും മോശമായ വാക്കാണ് അവൻ എന്നെ വിളിച്ചത്. ഞാൻ പ്രതീക്ഷിക്കാത്ത, ഞാൻ മകനെ പോലെ സ്നേഹിച്ച് അവന് ഞാൻ ക്ഷമിച്ചു കൊടുത്തത് പെട്ടെന്ന് എനിക്ക് പറ്റിയത് ഈ ഒരൊറ്റ ഇതിലൂടെയാണ്. ഞാൻ എപ്പോഴും മനസ്സിലും
അല്ലാതെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു മ്യൂസിക്കാണ് ഓപ്പനോപ്പോനോ. വല്ലാത്തൊരു മിറക്കളാണത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ റിസൾട്ടിനെ കുറിച്ച്. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം, ഒരുപാട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ താങ്ക് യു പറയുന്നില്ല. സോ മച്ച് രാജലക്ഷ്മി മാം. അപ്പോ അനിലിനെ എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെ എൻ്റെ EFT ഫാമിലിയുടെ പേരിൽ ഞാൻ അനിലിന് ഹാപ്പി ബർത്ത്ഡേ. ഞാൻ എന്റെ ഹസ്ബൻഡിന് ഹൃദയം തൊട്ട് നന്ദി പറയുന്നു. ഇത്ര ഒരു മകൻ, എന്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു മകനെ എനിക്ക് തന്ന. ഞാൻ അതെ എപ്പോഴും അതെ, അതാണ്. ഒരിക്കലും ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഇത്രയും കാലം ഞാൻ കൂടെ നിന്നത് എന്റെ മകൻ ഉണ്ടായതുകൊണ്ടാണ്. ഒരുപാട് നന്ദി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നമ്മുടെ രാജലക്ഷ്മി മാം മോനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പൊ ആ മോന് നല്ല എന്താണ് എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദൈവം ദൈവം പ്രദാനം ചെയ്യട്ടെ അല്ലെ. എല്ലാവരും നമ്മുടെ അനിലിന് വേണ്ടി ബർത്ത്ഡേ വിഷ് ചെയ്യൂ കേട്ടോ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സെൽമ മാം. രജനി മാമിന്റെ മോന് ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് കൂടാതെ നല്ല ക്ലാസ് ആയിരുന്നു മാം എടുത്തത്. സമയമില്ല എങ്കിലും ഞാൻ പറയാം, സൂപ്പർ ക്ലാസ്, അമേസിങ് ക്ലാസ്, വണ്ടർഫുൾ. ഞാൻ ഫോർഗിവ്നെസ് വെച്ചാല് ഞാൻ കേട്ടിട്ടുണ്ട്, സോറി ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഫസ്റ്റ് ഞാൻ റഫീഖ് സാറിന്റെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയത്. പിന്നെ അജിത് സാറ്, പിന്നെ എനിക്കിപ്പോ ഒരു 2-3 മാസമായിട്ട് ഒരു സുമി മാം ഇത് ചെയ്തെന്ന്. ഞാൻ 2 മാസമായിട്ട് കറക്റ്റ് 4:30 തൊട്ട് 5:30 വരെ ചെയ്യുന്നുണ്ട്. അവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പറയാം, അതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. ഞാനിപ്പം ചിരിക്കരുത് ആരും, ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൂടെ ബൈക്കിൽ പോവാം. എൻ്റെ കുറച്ച് പ്രായമുള്ള ആളുമാണ്. അപ്പൊ അവരെ കൂടെ സ്കൂട്ടറിൽ ഇരിക്കുന്ന സമയത്ത് അവർ എൻ്റെ ശരീരത്തിലേക്ക് ടച്ച് ചെയ്ത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ആ സമയത്ത് ഈ 4 വാക്ക് ഉപയോഗിച്ചപ്പോൾ അവര് പിന്നെ മുന്നിലേക്ക് പോയി. ഫോർഗിവ്നെസ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എല്ലാവരും ചെയ്യുക. സൂപ്പറാണ്, അമേസിംഗ് ആണ്. ആരെങ്കിലും ഈ ക്ലാസ്സിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയാണ്. ഫോർഗിവ്നെസ് മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോക്ക്, സൂപ്പർ റിസൾട്ടാണ്. കുറെ രോഗങ്ങൾ മാറും. എനിക്ക് ഒരുപാട് രോഗങ്ങൾ ഉള്ളായിരുന്നു, പെയിന്, അസ്വസ്ഥത ഒക്കെ മാറിയിട്ടുണ്ട്. താങ്ക് യു. ഐ ലവ് യു. ഞാൻ ഐ ലവ് യുന്റെ ആളാട്ടോ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സൽമ മാം. ഐ ലവ് യു ടു. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇതില് നമ്മുടെ EFTയിൽ നമ്മൾ കൊടുക്കുന്നത് ഫോർഗിവ്നെസ് മാത്രമല്ല കേട്ടോ. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഈ ഹോപ്പോണോപ്പോണോ എന്ന് പറഞ്ഞത്. അത് ടാപ്പിങ്ങിലൂടെ ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ ഹെൽത്തിലാവട്ടെ, വെൽത്തിലാവട്ടെ, റിലേഷൻഷിപ്പിലാവട്ടെ, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കരിയറിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടെ EFT ഗുരുവിന്റെ ഈ ഒരു ടാപ്പിംഗ് പ്രാക്ടീസ്, അതായത് EFT പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ രാജലക്ഷ്മി മാം പറഞ്ഞപ്പം സൽമാ മാം പറയുമ്പോഴൊക്കെ ഇതിന്റെ ഒരു മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ EFT പ്രാക്ടീസിലൂടെ നിങ്ങൾക്കുള്ള ആ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ജസീല മാം പറഞ്ഞോളൂ. ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. നമ്മുടെ ടൈം ആവുന്നുണ്ട്, പെട്ടെന്ന് കുറച്ച് ചുരുക്കണം കേട്ടോ. സാർ വെയിറ്റ് ചെയ്യാണ്. എനിക്കത് ഓക്കെ. സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ജസീല മാം. എല്ലാ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചം, എപ്പോഴും നല്ല നല്ല അറിവുകൾ തരുകയും ഞങ്ങളുടെ ജീവിതം നല്ല ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് EFTക്കും ഫാമിലിക്കും വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുക മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജസീല മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് വത്സല മാം. മാം, ഞാൻ ഈ ഹോപ്പണോപ്പം എന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറെ നാൾ മുമ്പ് എനിക്കൊരു ചെസ്റ്റ് പെയിൻ വന്നിരുന്നു. ആ ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാല് ശരിക്കും ഞാൻ മരണത്തെ മുഖാമുഖം തൊട്ടറിഞ്ഞ് കണ്ട ഒരു ദിവസമായിരുന്നു അന്ന് ഞാൻ ശരിക്കും EFTയിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. കാരണം EFT അന്ന് എന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പൊ ഞാൻ ഈ EFT തെറാപ്പി ഉപയോഗിച്ച് സാറ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ അത് മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നെ ആ ദിവസം ഞാൻ 108 പ്രാവശ്യം പറയുന്ന ഒരു ഓഡിയോ ഉണ്ട് നിങ്ങളുടെ, അത് ഞാൻ 8 പ്രാവശ്യം അന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു. അല്ലാതെ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ ഈ ഹോപ്പണോപ്പം പ്രാക്ടീസ് ചെയ്യും. എണ്ണാറൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാലും ഞങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടാവും.
ഇനി എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരാ മാം, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരണം ഈ വേർഡ്സ്. ഞങ്ങൾ അതെ, അതെ. ആത്മാർത്ഥമായി ഇത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ആണ്, ഒരുപാട് സന്തോഷമാണ്. ഇത് തന്നെ എല്ലാവരോടും പറയാനുള്ളത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഈ ഓപ്പൺ ഇത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഓപ്പൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഒരുപാട് റിസൾട്ട് ആണ്. താങ്ക് യു മാം. ടൈം ആയതുകൊണ്ട് താങ്ക് നിർത്തുവാണ്. യു സോ മച്ച് വത്സല മാം. നമ്മുടെ ഈ പിന്നെ അഡ്വാൻസ് ടീച്ചേഴ്സിന്റെ സമയം ഞാനൊരു 10 മിനിറ്റ്സ് എക്സ്ട്രാ ചോദിച്ചതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ദിലീപ് സാറിനും കൂടെ സംസാരിക്കാൻ ജസ്റ്റ് ഒരു അവസരം കൊടുക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ പറയട്ടോ, അല്ലെങ്കിൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഹലോ ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം, വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട് ഇന്നത്തെ ഈ ക്ലാസ് എടുക്കാൻ മാമിന് കഴിഞ്ഞതിൽ വളരെയധികം നന്ദി. പിന്നെ എന്താ പറയാ, ഇന്നത്തെ ഓപ്പൺ പ്രയർ ഞാനും അതിനെ നെഞ്ചോട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയങ്ങളിലായാലും എനിക്ക് ഫ്രീ ടൈം എപ്പോ കിട്ടുന്നോ അപ്പോഴെല്ലാം ഞാൻ ഈ പ്രയർ ചൊല്ലി, ഞാൻ അതിന്റെ റെക്കോർഡിംഗ് എടുത്ത് വെച്ച് കേട്ടോണ്ട് ഞാൻ തന്നെ എന്നെ സ്നേഹിച്ചപ്പോൾ ആ ലവ് എനർജി നമ്മളിൽ ഫീൽ ചെയ്യുന്നത് നമുക്ക് ഭംഗിയാണൊക്കെ അറിയാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഈ പ്രയർ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് എടുത്ത് ചൊല്ലാമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറി നമ്മൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും EFTയിലേക്ക് ജോയിൻ ചെയ്യുക. പുതിയതായിട്ട് വന്ന ആൾക്കാർ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ 8:10 വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഓപ്പോണോ മാത്രമല്ല കേട്ടോ, നമ്മുടെ വിത്ത് പ്രാക്ടീസ് വിത്ത് ടാപ്പിങ്ങും കൂടി ആവുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ അവയർനെസ് മറ്റുള്ള അതൊക്കെ കൂടി നമ്മൾ ഈ ഒരു ഇതില്ലേ നമ്മുടെ കോഴ്സിൽ കൊടുക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോ, ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല. അത് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന, ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വരിക. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.